കലോത്സവം എന്ന് പറഞ്ഞാൽ എപ്പോഴും യഥാർത്ഥത്തില് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നതെല്ലാം തന്നെ ഞാനൊക്കെ എല്ലാ പരിപാടിയിലും മത്സരിക്കുന്ന ആളായിരുന്നു സ്കൂളിൽ. വളരെ കൗതുകരമായ കാര്യം, അന്ന് എനിക്ക് അറിഞ്ഞൂടാത്തതിൽ പോലും പേര് കൊടുക്കും, എല്ലാറ്റിനും പേര് കൊടുക്കും. ഒരു ബുക്ക് അന്ന് ഒരു വൈറ്റ് പേപ്പറിൽ, നോട്ട്ബുക്ക് പേപ്പറിലാണ് പേരെഴുതി കൊടുക്കേണ്ടത്. മുകളിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകൻ്റെ കയ്യിൽ കൊടുക്കണം, എല്ലാറ്റിനും കൊടുക്കും. പക്ഷേ അന്ന് കൊടുക്കാതിരുന്ന ഒരെണ്ണമുണ്ട്, അത് പ്രസംഗമാണ്. കാരണം പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പന്തിവാരയുടെ കൊടുക്കും, ഇവൻ പാട്ട് പാടാൻ തീരെ അറിഞ്ഞൂടാ, പക്ഷെ അതുകൊണ്ട് സമൂഹഗാനം കൊടുക്കും. ചുണ്ടറിയാതെയല്ല, അപ്പൊ കൂട്ടത്തിൽ പാടിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നു. പക്ഷെ അപ്പോഴും പ്രസംഗത്തിന് കൊടുത്തിരുന്നില്ല. പ്രസംഗിക്കാൻ അത്ര പോലും എനിക്ക് അറിയില്ല, തീരെ അറിയില്ല എന്നൊരു ബോധ്യത്തിലായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പല കഴിവുകളും നമ്മൾ തിരിച്ചറിയില്ല എന്നുള്ളതാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് എനിക്ക് പ്രസംഗിക്കാൻ അറിയാമെന്ന് പ്രീഡിഗ്രി കാലത്ത് ഞാൻ തിരിച്ചറിയില്ല. പക്ഷേ എനിവേ ഞാൻ അന്ന് നാടകത്തിലാണ് തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമായിരുന്നു. മോണോക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുമായിരുന്നു. ബാക്കി എല്ലാം ഉണ്ടായിരുന്നു.